രാമക്കൽമേടിയിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 2:30 ആയപ്പോഴത്തേക്കും തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്നായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് തേനിയാണ്. നമ്മളപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആവാനും അതുപോലെ തന്നെ മുന്തിരിത്തോട്ടമൊക്കെ കാണാൻ വേണ്ടി പോയേ. ഞങ്ങളുടെ കൂടെ വന്നവർ ഏത് തോട്ടത്തിലാണ് പോയെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ 4 പേരും പിന്നെ വേറെ പ്രോസസ്സിലെ 3-4 പേര് മാത്രം കേട്ടോ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചീപ്പ് റേറ്റിൽ മുന്തിരി കിട്ടുവേ, പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വൈനും അതുപോലെ തന്നെ ജാമും ഒക്കെ കിട്ടും കേട്ടോ. അവിടെ ഏകദേശം വിളവെടുപ്പൊക്കെ കഴിഞ്ഞു എന്നായിരുന്നു തോന്നുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ തമിഴ്നാട് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. അവിടുത്തെ ഓരോ കൾട്ടിവേഷനും അതിൻ്റെതായിട്ടൊരു ഭംഗിയായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. പാടോ മലയോ ഇതുപോലത്തെ തോട്ടങ്ങളും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടി. പിന്നെ അവിടുത്തെ തന്നെ മീൻസ് നമ്മുടെ ഇവിടുത്തെ അമ്പലം പോലത്തെ ഒന്നും അല്ലല്ലോ, വേറൊരു ടൈപ്പ് അമ്പലവും ആൾക്കാരും ചായക്കടയും എല്ലാം ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടി. ഈവൻ റോഡ് തന്നെ ആയാലും നമ്മുടെ ഇവിടുത്തെ പോലെ അല്ലല്ലോ. പിന്നെ ഞാൻ ഈ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനം കൂടി അവിടെ വെച്ച് കണ്ടായിരുന്നേ. ഈ മരിച്ചിട്ട് പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്ത് കളിച്ച് കൊണ്ടുപോകത്തില്ലേ, അതും കണ്ടു കേട്ടോ. ഏകദേശം ഒരു 5:45 ആയപ്പോഴത്തേക്കും നമ്മൾ കൊടൈക്കനാലിലുള്ള ദിണ്ടിഗലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹെയർ പിന്നൊക്കെ കയറാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഹെയർ പിന്ന് കയറി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു 8:45 ആയപ്പോഴത്തേക്കും നമ്മുടെ കൊടൈക്കനാലിൽ എത്തിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ അവിടെ ചെന്നിട്ടാണ് എണീറ്റത്. കൊടൈക്കനാൽ എത്തിയിട്ടുള്ള വിശേഷമൊക്കെ ഞാൻ അടുത്ത ഷോർട്സ് ആക്കി ഇടാം കേട്ടോ. ഇത് ഞാൻ തേനിയിൽ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നതാണ്.